ഹായ്, ഞാൻ ഡോക്ടർ റിസ്വൻ റഷീദ്, പി കെ ദാസ് മെഡിക്കൽ കോളേജ് പാലക്കാടിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോറിയാസിസ് എന്ന ത്വക്ക് രോഗത്തെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളാണ്. എന്താണ് സോറിയാസിസ്? സോറിയാസിസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രതിരോധ ശേഷിയിലെ ചില കോശങ്ങളെ ബാധിക്കുന്ന ഒരു തരം ത്വക്ക് രോഗമാണ്. ഈ തകരാറ് മൂലം നമ്മുടെ സ്കിന്നിലെ കോശങ്ങൾ അമിത വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് കാണപ്പെടുന്നു. അതുമൂലം ചുവന്നു തടിച്ചും വരിയുള്ള പാടുകളായി ഇവ കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ് സോറിയാസിസ് ഉണ്ടാകുന്നത്? സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു തരം ജനിതക രോഗമായി കാണപ്പെടുന്നു. ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു രോഗമായിട്ടാണ് സോറിയാസിസ് കാണപ്പെടുന്നത്. അതായത് കുടുംബത്തിൽ സോറിയാസിസ് അച്ഛനോ മാതാപിതാക്കൾക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിൽ കാണപ്പെടാനുള്ള സാധ്യത ഒരുപാടായി കൂടുതലാണ്. സോറിയാസിസ് പക്ഷേ ഒരിക്കലും ഒരു പകർച്ചവ്യാധിയല്ല. അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും സ്പർശിച്ചു കഴിഞ്ഞാലും അടുത്ത ഒരു ആളുകളോട് ഇടപഴകി കഴിഞ്ഞാലും പടർന്നു വരുന്ന ഒരു രോഗമല്ല സോറിയാസിസ്. സോറിയാസിസിൽ ചില കാരണങ്ങൾ മൂലം അസുഖം കൂടുതലായി കാണപ്പെടാനായി സാധ്യതകളുണ്ട്. എന്തെല്ലാമാണ് സോറിയാസിസിലെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ്? ശരീരത്തിലെ ചില ഇൻഫെക്ഷൻസ്, നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ചില മരുന്നുകൾ മൂലം സോറിയാസിസ് കൂടുതലായി കാണപ്പെടുന്നു. മരുന്നുകൾ എന്ന് പറയുമ്പോൾ ബ്ലഡ് പ്രഷർ എന്ന ബുദ്ധിമുട്ടിനെല്ലാം കഴിക്കുന്ന. എന്താണ് സോറിയാസിസിന്റെ ചില ട്രിഗറിംഗ് ഫാക്ടേഴ്സ്? സോറിയാസിസ് വരാൻ സാധ്യതയുള്ളവരിൽ ചില ശരീരത്തിലുള്ള ഇൻഫെക്ഷൻസ്, പിന്നെ സ്ഥിരമായി അവർ കൺസ്യൂം ചെയ്യുന്ന മെഡിസിൻസ്, അമിതമായ സൂര്യപ്രകാശം, മഞ്ഞുകാലം എന്നിവ സോറിയാസിസിനെ കൂടുതലായി വഷളാക്കാനായിട്ട് കാരണമായി കാണപ്പെടുന്നു. അതുപോലെ മറ്റുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആയിട്ടാണ് അമിത മദ്യപാനം, അമിത പുകവലി എല്ലാം സോറിയാസിസിനെ കൂടുതലായി വഷളാക്കുന്നതിന് കാരണമായി കാണപ്പെടുന്നു. സോറിയാസിസിലെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ചുവന്നടിച്ച് മുരിയുള്ള പാടുകൾ. സോറിയാസിസ് ഏതെല്ലാം ഭാഗങ്ങളിൽ കാണപ്പെടാം? സോറിയാസിസ് ഓരോ വ്യക്തികളിലും പല സ്ഥലങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. കൂടുതലായി കണ്ടുവരുന്നത് കൈമുട്ടിൽ, അതുപോലെ കാൽമുട്ടിൽ, ചില ആളുകളിൽ തലയിൽ ആണ് സോറിയാസിസ് കാണപ്പെടുന്നത്. സോറിയാസിസിന്റെ മറ്റു കോമൺ ആയിട്ടുള്ള സൈറ്റ് എന്ന് പറയപ്പെടുന്നത് കൈപ്പത്തി, കാൽപാദം, അതുപോലെ നഖങ്ങളിലും സോറിയാസിസ് രൂപപ്പെടാം. എന്തെല്ലാമാണ് സോറിയാസിസിന്റെ കോംപ്ലിക്കേഷൻസ്? സോറിയാസിസിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒരു 3 തരമായി തരംതിരിച്ചിരിക്കുന്നു. ദേഹം മുഴുവൻ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള സോറിയാസിസിനെ നമ്മൾ എക്സ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നു. ഈ എക്സ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഒരു വിദഗ്ധമായ ഒരു ത്വക്ക് രോഗ വിദഗ്ധന്റെ കീഴിൽ ചികിത്സ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. സോറിയാസിസ് സന്ധികളെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനെ നമ്മൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. ഇതും ഒരു നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യപ്പെടേണ്ടതും ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതുമായ ഒരു കണ്ടീഷനാണ്. സോറിയാസിന്റെ മറ്റൊരു ടൈപ്പ് വേരിയന്റ് ആണ് പസ്റ്റുലാർ സോറിയാസിസ്. പഴുപ്പുള്ള തരത്തിൽ കാണപ്പെടുന്ന സോറിയാസിസിനെയാണ് പസ്റ്റുലാർ സോറിയാസിസ് എന്ന് വിളിക്കുന്നത്. എന്തെല്ലാമാണ് സോറിയാസിസിന്റെ പ്രധാന ചികിത്സ അവൈലബിൾ ആയിട്ടുള്ളത്? അടുത്തതായി എന്തെല്ലാമാണ് സോറിയാസിസിന്റെ പല രീതിയിലുള്ള ചികിത്സകൾ ലഭ്യമായിട്ടുള്ളത് എന്നതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോറിയാസിസ് എന്ന രോഗത്തിന്റെ ചികിത്സയിൽ പ്രധാനമായി വരുന്നത് ട്രിഗറിംഗ് ഫാക്ടേഴ്സിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് സോറിയാസിസ് എന്ന രോഗത്തിൽ ഒരു സ്കിൻ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഉറപ്പായും ലഭ്യമാക്കുക. സോറിയാസിസിന്റെ ചികിത്സയിൽ പല രീതിയിലാണ് അതിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. കാഠിന്യം കുറഞ്ഞ, കട്ടി കുറഞ്ഞ സോറിയാസിസ് സ്കിൻ ലീഷൻസിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ലേപനങ്ങൾ കൊണ്ട് ചികിത്സിച്ച് സുഖപ്പെടുത്താവുന്നതാണ്. കട്ടി കൂടുതലും കാഠിന്യം കൂടുതലുമായ സ്കിൻ ലീഷൻസ് ഉള്ളപ്പോൾ ഫോട്ടോതെറാപ്പി അഥവാ ഡിഫറെന്റ് ആയിട്ടുള്ള ഓറൽ മെഡിക്കേഷൻസ്, മെത്തോട്രെക്സേറ്റ്, സൈക്ലോസ്പോറിൻ എന്ന പോലെയുള്ള മരുന്നുകളാണ് സോറിയാസിസിന്റെ ചികിത്സയ്ക്കായി യൂസ് ചെയ്യുന്നത്. സോറിയാസിസ് എന്ന ഒരു അസുഖം എന്ന് പറയുന്നത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ്. പക്ഷേ ഇതിന് തക്കതായ കറക്റ്റ് ആയിട്ടുള്ള സമയത്തുള്ള ചികിത്സ ഈ അസുഖത്തെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താനായി സാധിക്കും. സോറിയാസിസ് എന്ന ഒരു അസുഖത്തെ ഭയപ്പെടേണ്ടതില്ല. സോറിയാസിസ് എന്നൊരു അസുഖം തക്ക സമയത്ത് ഒരു ചർമ്മരോഗ വിദഗ്ധന്റെ സഹായത്തോടു കൂടി
നല്ലതുപോലെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ്. സമയത്തുള്ള ചികിത്സയാണ് പ്രാധാന്യം. നിങ്ങൾക്കെല്ലാം സോറിയാസിസിനെ പറ്റി ഒരു രൂപം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.